ഹലോ. അങ്ങനെ ഒരു ഒന്നൊന്നര ആഴ്ചയുടെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം ഇത് ഞാൻ മുൻപ് ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അല്ലെങ്കിലും നിങ്ങളെ പറ്റിച്ച് പിന്നീട് ഇതൊരു വലിയൊരു ചർച്ചിൻ്റെ ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. വീണ്ടും എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നത് കൊണ്ട് ഈ സ്ഥലം എങ്ങനെയാണ് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല സണ്ണിയാണ്, നല്ല വെതറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം. ഈ സ്ഥലം ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല ഈ പാറ കൂട്ടിയിട്ടതുപോലെ അല്ലാതെ ഇതിനെന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊന്നും. ഇതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം. ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മാനുകളെല്ലാം കൂട്ടത്തോടെ ഓടി ഒളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഫോറസ്റ്റിൽ വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ചെറിയൊരു ചിക്കൻ ലിവർ ഫ്രൈയും കൂട്ടത്തിലൊരു ചെറിയൊരു ക്യാരറ്റ് സാലഡുമാണ്. മുൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു കുക്കിംഗ് ചാനലല്ല. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ സ്ഥലങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. പറ്റും എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കുക. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സെൻസിൽ ആസ്വദിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കരൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് ഐശ്വര്യമായിട്ട് തീ തെളിയിച്ച് തന്നെ ആരംഭിക്കാം. കാറ്റ് പിടിക്കാതിരിക്കാനായിട്ട് വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാത്രം ഏറെക്കുറെ ചൂടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ ക്യാമ്പിംഗ് പോട്ട്സ് അല്ലാതെ ഡിഫറെൻ്റായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പോട്ടാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഈ പാത്രത്തിൽ കുറേ കൊണ്ടുവന്നതാ, അതായത് ഈ പാത്രം നിറച്ച് കൊണ്ടുവന്നതാ. പക്ഷെ അത് ചോർന്നു തീർന്നു. ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ കരളിട്ട് കൊടുക്കുക. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മസാലകൾ ഇതെല്ലാം കിഴി കെട്ടിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏത് സൈഡിൽ നിന്ന് തുറന്നാലാണ്
ശരിയാവുക എന്ന് വെച്ചാൽ യെസ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത് ആദ്യം ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ റൗണ്ടാണ്. ഉപ്പ് ഞാൻ സാലഡിനും കൂടി കണക്കാക്കിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്തൊക്കെയാണ് മറന്നത് എന്ന് ഇവിടെ പറയുന്നതിൽ യാതൊരു ഉപകാരമില്ല. സോ നമുക്ക് വീണ്ടും ഒരു കമ്പൊടിച്ച് സ്പൂൺ ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു വീഡിയോ നീ മര്യാദയ്ക്കൊന്ന് ചെയ്യോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മറന്നു പോകുന്നത് എന്നൊക്കെ. ഞാനിനി ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ തന്നെ നാണം കെടുത്തുന്നില്ല. സോ നമ്മൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ കരൾ വെന്തു വരുന്നതിൻ്റെ പുകപടലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 20 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്ക്, അതുപോലെ പച്ചമുളക്, സവോള കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് സവോളയുടെ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ക്യാരറ്റ് സാലഡിലേക്ക് ഇടാൻ. അല്ലാത്തതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം വറ്റി. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈയും സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ മൂടി വയ്ക്കാനുള്ള പാത്രവും സ്പൂണും ഞാൻ ഇപ്രാവശ്യം മറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണെങ്കിലും നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ആൻഡ് സാലഡ് ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൈസ് സാലഡ് കഴിച്ചിട്ടേ ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റും ആ ഒണിയൻ്റെ ടേസ്റ്റും പിന്നെ ഞാൻ ഒഴിച്ച ആ വിനെഗറിൻ്റെ ടേസ്റ്റും സൂപ്പർ. നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ നല്ല പെർഫെക്റ്റായിട്ട് കുക്ക്ഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇവളെന്താ ഈ കാണിക്കുന്നത് എന്നറിയാനായിട്ട് വേണ്ടി മാത്രം എൻ്റെ വീഡിയോസ് വന്ന് ക്ലിക്ക് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറയാൻ വന്ന ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരയ്ക്കും വണക്കം.